ഒന്ന് 9th ക്ലാസ്സിലായപ്പോള് ഞങ്ങൾക്ക് മാത്സ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എല്ലാരും ട്യൂഷൻസിനൊക്കെ പോണ ഒരു ടൈമാണ്. അപ്പം ഞങ്ങളെ സീനിയേഴ്സ് ഒക്കെ ഞങ്ങളെ പ്രഷർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴേ ട്യൂഷൻ പോയില്ലെങ്കിൽ പാസ് ആവൂല എന്ന് പറഞ്ഞാൽ 9th 10th നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ട്യൂഷന് പോയേ പറ്റൂ, അല്ലാതെ കഴിയൂല എന്നൊക്കെ പറഞ്ഞാണ്ട് വൻ പ്രഷറാക്കി. അപ്പൊ എന്തായാലും ട്യൂഷന് പോകണം. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് സംസാരിച്ച ഒരു പെൺകുട്ടീനൊക്കെ പരിചയപ്പെട്ട് ഒരു ഹൈസ്കൂൾ ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയണ പോലെ നമ്മളെ മനസ്സിൽ നമ്മള് പ്രണയം ഷീസ് ഗോണ ബി മൈ വൈഫ് എന്നുള്ള രീതിയില്. പക്ഷെ ഇറ്റ് വാസ് ജസ്റ്റ് എൻ ഇൻഫാക്ച്വേഷൻ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ കുട്ടി ഷറഫിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ട്യൂഷനിൽ ജോയിൻ ചെയ്തു. അപ്പൊ ആ ട്യൂഷൻസ് മിക്സ്ഡ് ആയിരുന്നു. അതായത് സൗദിയിലാണല്ലോ, അപ്പൊ സ്കൂളൊക്കെ ബോയ്സ് ഓൺലി അല്ലെങ്കിൽ ഗേൾസ് ഓൺലി, ട്യൂഷൻസ് ഒക്കെ ബോയ്സ് ഓൺലി ഗേൾസ് ഓൺലി. പക്ഷെ ഈ ഒരു ടീച്ചറിന്റെ മാത്സ് ട്യൂഷൻ മിക്സ്ഡ് ആയിരുന്നു. അതെ, ഈ ടീച്ചറിന്റെ ട്യൂഷൻസ് മിക്സ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇനി ഷറഫിയ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ താമസിച്ചിരുന്നത് അസീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഒരു ബൈ കാർ പോവാണ് ഒരു 20-25 മിനിറ്റ് ഉണ്ട് ഷറഫിയക്ക്. അതെ, ഇവർ താമസിച്ചത് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്ത് അവിടെ 3-4 ട്യൂഷൻ ടീച്ചേഴ്സ് ഉണ്ട്. അതെ, അങ്ങനെ ഞാന് ഉമ്മനോട് പോയാണ്ട്, അതും ഉമ്മനോട് പോയി സംസാരിക്കുമ്പോ നമ്മള് വർക്കിംഗ് വുമൺ ആണ്, അപ്പൊ മൂഡും കാര്യമൊക്കെ നോക്കണം സെറ്റ് ആണെങ്കിൽ. അപ്പൊ ഉമ്മ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോ ഞാനിങ്ങനെ പോയി ഇങ്ങനെ സഹായിച്ചൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ ഉമ്മനോട്, ഉമ്മ 9th ക്ലാസ് മാത്സ് ഭയങ്കര ടഫാന്നാ പറഞ്ഞേ, ട്യൂഷൻ ജോയിൻ ചെയ്യണം. അപ്പൊ ഉമ്മ ആദ്യം തന്നെ അനക്ക് ഈ മാത്സിലൊക്കെ നല്ല മാർക്ക് ഉള്ളതല്ലേ, അനക്ക് ഇപ്പൊ ട്യൂഷനൊക്കെ ആണോ? അതെന്നെ പറയുന്നത്, ഈ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ട്യൂഷന് പോണം. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പൊ ഉമ്മ ഇങ്ങനെ ഓക്കെ നമുക്ക് റെഡി ആക്കാന്നൊക്കെ പറഞ്ഞ ആ ഒരു ടോപ്പിക് അവിടെ ഇട്ട് വെച്ചു. പിന്നെ ഉമ്മ പിറ്റേന്ന് വന്നാണ്ട് പറഞ്ഞ് ഉമ്മന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ഉണ്ട്, ആ നേഴ്സിന്റെ മോനൊക്കെ പോണ ട്യൂഷന് ഹരിസാറിന്റെ ട്യൂഷൻ. അപ്പൊ ഉമ്മ വന്നാണ്ട് ഇവിടെ ഗേൾസ് സെക്ഷന്റെ അടുത്ത് ഹരിസാർ പറഞ്ഞ ഒരാളുണ്ട്, മൂപ്പര് അടിപൊളിയാന്നാ പറഞ്ഞത്, അവിടെ പോയിക്കോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മ സൗദ്, അതായത് ഞങ്ങളെ ഫ്രണ്ട് സൗദ് ഇൻട്രോ മ്യൂസിക് റോൾ ജയാന് ഇവരൊക്കെ ആ ട്യൂഷനാണ്. കാരണം ഇവർക്കൊക്കെ അത് നിയർ ആണ്. സൗദിനൊക്കെ അത് നിയർ അല്ലേ, എനിക്കെല്ലാം ഫാറായിരുന്നു. ഇവര് ഗുദാമിലായിരുന്നു ജീവിച്ചിരുന്നേ. ഇവൻ ഏഞ്ചൽ ബാരി ജീവിക്കണ അതിലായിരുന്നു ഇവ. പിന്നെ സൗദ് അങ്ങനെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആ ട്യൂഷനിലാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഉമ്മനോട്, ഉമ്മ ഇവരൊക്കെ ആ ട്യൂഷൻസിലാണ്, പിന്നെ ഈ ട്യൂഷൻസിലാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ്, അത് ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഉമ്മന്നെ ഫുള്ള് ഇവിടെ ഇത്രയും ട്യൂഷൻ ആയിട്ട് നമുക്ക് ഇനി ഷർഫിയെ പോയിട്ട് പഠിക്കണോ, ഈ എങ്ങനെ അങ്ങോട്ടൊക്കെ പോവാ? ഞാനപ്പോ അത് ഫുൾ സോർട്ട് ചെയ്ത് വെച്ചിരുന്നു. അന്നാണ് നല്ല ചോദ്യം, ഇതാണ് എന്റെ ഗെയിം പ്ലാൻ. അന്നാണ് ഈ റിയാലിൻ ബസിന്റെ ലൈഫിലോട്ട് ഇൻട്രൊഡ്യൂസ്. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു, ഉമ്മ ഞാൻ റിയാലിൻ ബസ്സിന് പോയിക്കോളാം, കാരണം ഈ ബസ് എന്റെ വീടിന്റെ മുന്നിൽ കൂടെ പോവാ, എന്നിട്ട് ഈ ട്യൂഷന്റെ അതിലൂടെയാണ് പോവാ. അപ്പൊ ഒരു 40-45 മിനിറ്റ് ഇരിക്കണം, കാരണം ബസ്സാകുമ്പോ കുറച്ച് സമയം കൂടുതലാണ്. പക്ഷെ ഞാനത് വക വെച്ചില്ല. പ്രണയം, ലവ്